ജാതി സംവരണം അവസാനിപ്പിക്കണം, എല്ലാ മനുഷ്യരെയും സമന്മാരായി കാണണമെന്ന ആഹ്വാനമാണ് NSS ഉയർത്തുന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്നത്. NSSന്റെ ഈ അഭിപ്രായ പ്രകടനവും ആഹ്വാനവും നഖശിഖാന്തം വിമർശിക്കുകയാണ്, അല്ലെങ്കിൽ എതിർക്കുകയാണ്, അല്ലെങ്കിൽ കീറി മുറിക്കുകയാണ് ചില സംഘടനകൾ. പ്രത്യേകിച്ച് ദ്രാവിഡ വിചാര ധർമ്മ കേന്ദ്രമൊക്കെ NSSനെ അടപടലമാണ് പൊളിച്ചെടുക്കുന്നത്. NSS കഴിഞ്ഞ 70 വർഷം എന്ത് ചെയ്തു? 1950 രൂപീകൃതമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയമനങ്ങളാണ് ഈ ദ്രാവിഡ ധർമ്മ വിചാര കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ 70 വർഷവും നടന്ന നിയമനങ്ങളുടെ കണക്ക് അവർ പറയുന്നുണ്ട്. 2017 കണക്കനുസരിച്ച് 95% ജീവനക്കാരും നായർ സമുദായത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ശബരിമല, ചെട്ടിക്കുളങ്ങര തുടങ്ങിയ ക്ഷേത്രങ്ങളിലെ മേൽശാന്തി നിയമനം, അതുപോലെ കീഴ് ജീവനക്കാരുടെ, ക്ഷേത്ര ജീവനക്കാരുടെ നിയമനം, ഇതിലൊക്കെ മേൽജാതി എന്ന നിലയിൽ നായർ സമുദായത്തിനാണ് കൂടുതൽ മേൽക്കൈ ലഭിച്ചിട്ടുള്ളത്. ദേവസ്വം ബോർഡിലെ മറ്റ് ജീവനക്കാർ, അതായത് മറ്റ് ജാതി, പ്രത്യേകിച്ച് പറയർ, പുലയർ, അതുപോലെ തന്നെ ഈഴവർ, അതുപോലെ അനുബന്ധമായ മറ്റ് ഹിന്ദു സമുദായത്തിൽപ്പെടുന്ന ആളുകൾ, ഇവർക്ക് വെറും 5% നിയമനം ലഭിച്ചിട്ടുള്ളത്. അതായത് 100 പേരെ എടുത്താൽ, 100 ജീവനക്കാരെ എടുത്താൽ അതിൽ 95 പേരും നായർ സമുദായത്തിൽ നിന്നുള്ളവരാണ്. ഇനി ദേവസ്വം ബോർഡിലൊക്കെ ഈ ജാതി എന്ന് പറയുന്ന സമ്പ്രദായമേ ഇല്ല. കാരണം യാതൊരുവിധ സംവരണ ചട്ടങ്ങളും പാലിക്കാതെ, അല്ലെങ്കിൽ വേണ്ട, സംവരണം വേണ്ട, നിയമനത്തിൽ സംവരണം വേണ്ട എന്ന തരത്തിലാണ് ദേവസ്വം ബോർഡൊക്കെ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അതായത് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് സംവരണമില്ല. അങ്ങനെ സംവരണമില്ലാത്ത ഒരു ഇടത്താണ് 70 വർഷമായി നായർ സമുദായം മേൽക്കൈ നേടുന്നത്. 95% ജോലിയും അവർ നേടുന്നത്. അതുപോലെ ഇനിയും സംവരണം വേണ്ട, ജാതി സംവരണം വേണ്ട എന്ന തരത്തിലുള്ള ഈ മുറവിളി, അല്ലെങ്കിൽ ഈ ആഹ്വാനം എന്താണ്, പിൻവാതിലിലൂടെ നായർ സമുദായത്തിന് കൂടുതൽ മേൽക്കൈ, അല്ലെങ്കിൽ കൂടുതൽ നേട്ടങ്ങൾ കൊയ്യാനുള്ള തന്ത്രമാണ് എന്നാണ് വിമർശനം ഉണ്ടാകുന്നത്. പൂച്ചയ്ക്ക് എലിയോടും പാമ്പിന് തവളയോടും ഉണ്ടാകുന്ന സ്നേഹം പോലെയാണ് NSSന് മറ്റ് ഹിന്ദു സമുദായ അംഗങ്ങളോട് തോന്നുന്ന ഇഷ്ടമെന്ന വിമർശനം ഉയരുന്നുണ്ട്. മറ്റ് ഹിന്ദു സമുദായ അംഗങ്ങൾ നായർ സമുദായത്തിന്റെ ഈ ആഹ്വാനം കേട്ട് കോരിത്തരിക്കുകയാണ് ഉണ്ടായത്. കാരണം ഇനി ജാതി സംവരണം വേണ്ട, ഇനി എല്ലാവരെയും സമന്മാരായി കാണണം. അപ്പോൾ തീർച്ചയായും എല്ലാ സമുദായ അംഗങ്ങൾക്കും, പ്രത്യേകിച്ച് നവോത്ഥാന കേരളത്തിനൊക്കെ തോന്നും. കാരണം NSSന്റെ ജി സുകുമാരൻ നായർ പറയുന്നത് വളരെയധികം നവോത്ഥാനപരമായ കാഴ്ചപ്പാടാണ് എന്ന തരത്തിലൊക്കെ ആളുകൾ പറയാം, അല്ലെങ്കിൽ ആളുകൾ വിശ്വസിക്കാം. എന്നാൽ അത് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു മറ സൃഷ്ടിച്ചുകൊണ്ട് കൂടുതൽ നേട്ടങ്ങൾ കൊയ്യുന്നതിന് വേണ്ടിയുള്ള തന്ത്രമാണ് എന്നാണ് വിമർശനം ഉയരുന്നത്. ജി സുകുമാരൻ നായരൊക്കെ ജാതി സംവരണം വേണ്ട എന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ടെന്ന് ചിന്തിക്കാതെ തരമില്ലെന്നും ഈ ദ്രാവിഡ ധർമ്മ വിചാര കേന്ദ്രം പ്രവർത്തകർ പറയുന്നുണ്ട്. എന്തിനാണ് ഈ മുറവിളി? ആരെ കാണിക്കാനാണ് ഈ മുറവിളി? നിങ്ങൾക്കറിയാം, കേരളത്തിൽ അല്ലെങ്കിൽ ഇനിയൊരു ജാതി സെൻസസ് ഒക്കെ വരാൻ പോവുകയാണ്. ജാതി സെൻസസ് ഒക്കെ വരുമ്പോൾ നായർ സമുദായ അംഗങ്ങൾക്ക്, അല്ലെങ്കിൽ നായർ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് പലയിടങ്ങളിലും ജോലി ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ വെൽ സെറ്റിൽഡ് ആണ്, നായർ സമുദായ അംഗങ്ങൾ വെൽ സെറ്റിൽഡ് ആണ് എന്ന തരത്തിലുള്ള കണക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യാം? ഇവർക്ക് മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. ഇവർക്ക് നിയമന ആനുകൂല്യമോ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളൊന്നും ലഭിക്കാതെ പോകും. അതുകൊണ്ടാണ് ഈ മുറവിളി, ഇനി എല്ലാവരെയും സമന്മാരായി കാണണം. അപ്പോൾ തീർച്ചയായും നായർ സമുദായ അംഗങ്ങൾക്ക്, അല്ലെങ്കിൽ നായർ സമുദായത്തിന്റെ മേൽക്കൈയുള്ള ഇടങ്ങളിൽ അവരുടെ സമുദായ അംഗങ്ങളെ തിരികെ കയറ്റാൻ അവർക്ക് കഴിയും. പ്രത്യേകിച്ച് ജോലി മാത്രമല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റ് ഇടങ്ങളിലും എവിടെയൊക്കെ ആളുകൾക്ക് ആനുകൂല്യം ലഭിക്കുമോ, എവിടെയൊക്കെ ആളുകൾക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമോ, അവിടെയൊക്കെ NSSന്റെ കുബുദ്ധി വർക്ക് ചെയ്യും എന്ന് സാരം. ഇതിനെയാണ് വിമർശിക്കേണ്ടത്. മറ്റ് സമുദായ അംഗങ്ങൾ, പ്രത്യേകിച്ച് SC ST വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ, മറ്റ് സമുദായ അംഗങ്ങളൊക്കെ NSSന്റെ കുഴലൂത്ത് കേട്ട് ഇത് വളരെ വലിയ സംഭവമാണ് എന്ന തരത്തിൽ ആശ്വസിക്കാതെ ഇതിനുള്ളിലെ, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലെ ചതിവ് എന്താണെന്ന് മനസ്സിലാക്കി പ്രതികരിക്കാൻ നേരമായിരിക്കുന്നുവെന്നും ദ്രാവിഡ ധർമ്മ വിചാര കേന്ദ്രം പറയുന്നുണ്ട്, അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. NSSന്റെ ഈ കുഴലൂത്ത് ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ എന്താണ് സമന്മാരായി എല്ലാ ജാതിക്കാരെയും സമന്മാരായി കാണുന്നതിനുള്ള പ്രണയം കൊണ്ടല്ല, അല്ലെങ്കിൽ എല്ലാ മനുഷ്യരോടുമുള്ള പ്രണയം കൊണ്ടല്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് ചില സംഘടനകൾ.